വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചു. റവന്യൂ, ഭവന നിർമ്മാണം, വനം, വന്യജീവി, ജലവിഭവം, വൈദ്യുതി ഗതാഗതം, രജിസ്ട്രേഷൻ, പുരാരേഖ, ധനകാര്യം, പൊതുമരാമത്ത്, വിനോദസഞ്ചാരം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമവകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, യോഗത്തിന്റെ വിവരങ്ങൾ എങ്ങനെ? കൂടിയാണ് ഓൺലൈനായി മുഖ്യമന്ത്രി വിളിച്ച യോഗം ആരംഭിച്ചത്. എന്തായാലും അത് സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ഒപ്പം കക്ഷി നേതാക്കൾ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വയനാടിന്റെ ചൂരൽമലയിലെയും ഒപ്പം തന്നെ മുണ്ടക്കൈയിലെയും പുനരധിവാസം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കക്ഷികളുടെയും ഒപ്പം തന്നെ സർക്കാർ സ്വീകരിച്ചു വരുന്ന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ചർച്ചയാണ് നിലവിൽ നടക്കുക. കക്ഷി നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സ്വരൂപിക്കുകയാണ് ഈ സർവകക്ഷി യോഗത്തിന്റെ ലക്ഷ്യം. എന്തായാലും നിലവിൽ ഈ താൽക്കാലിക വീടുകളിലേക്ക്, വാടക വീടുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവരെ പൂർണ്ണമായും മാറ്റാൻ സംസ്ഥാന സർക്കാരിന് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി യോഗത്തെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി ഏത് രീതിയിൽ ആണ് ാക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഈ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ടൗൺഷിപ്പ് മാതൃകയിൽ ഈ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ തന്നെ ആലോചിച്ചിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവും അത്തരത്തിലുള്ള ഒരു പുനരധിവാസം നടപ്പിലാക്കണമെന്ന കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ ഉൾപ്പെടെയുള്ളവ മുഖ്യമന്ത്രി യോഗത്തെ അറിയിക്കും. അതെല്ലാം കൂടി ക്രോഡീകരിച്ചായിരിക്കും പുനരധിവാസം നടപ്പിലാക്കുക. അതിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ മെമ്മോറാണ്ടം ഉൾപ്പെടെ ഈ സർക്കാർ കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിലവിൽ വിവിധ ഏജൻസികളെ മുൻനിർത്തിയുള്ള സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവരുടെയും പഠനവും നിലവിൽ നടക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്യും. എന്തായാലും ആ രീതിയിൽ ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ഈ വയനാടിനെ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാനുള്ള, ചൂരൽമലയും മുണ്ടക്കൈയെയും പ്രത്യേകിച്ച് പുനർനിർമ്മിക്കാനുള്ള ചർച്ചകളായിരിക്കും യോഗത്തിൽ ഉയർന്നു വരിക. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.